CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് വിജ്ഞാപനം ഒക്ടോബറിലുണ്ടായേക്കും. വാർഡ് വിഭജനം അന്തിമഘട്ടത്തിലെത്തിയതോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. ഉത്തർപ്രദേശിലേക്കുള്ള യാത്രയിൽ കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ വീട്ടിൽ NK അക്ബർ MLA സന്ദർശനം നടത്തി. താമരയൂർ ജുമാ മസ്ജിദിനു സമീപം കൊങ്ങണം വീട്ടിൽ ഗഫൂർ മകൻ ഫർസീനയാണ് ബറേലിയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കാണാതായത്. മാധ്യമപ്രവർത്തന രംഗത്തെ മികവിന് CCTV സീനിയർ റിപ്പോർട്ടർ ഹരിയിലത്തിന് ആദരം. SKSSF കടവലൂർ വടക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരമൊരുക്കിയത്. പഴഞ്ഞി കരിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ കരിക്കാട് ചിറ്റിലപ്പള്ളി മെൽവിൻ, കാട്ടകമ്പാൽ ചെറുവത്തൂർ ബിൻസൺ, പഴഞ്ഞി സ്വദേശി കാട്ടിൽ ഷെനിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൈപ്പറമ്പിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ക്രെയിനെത്തി അപകടത്തിൽപ്പെട്ട വാഹനം സ്ഥലത്തുനിന്നും മാറ്റി. വെള്ളക്കെട്ടിനു പരിഹാരമായി പുതിയ കലുങ്കു പണിത് റോഡ് പുതുക്കിയപ്പോൾ കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴി അടഞ്ഞു. കർക്കിടക മാസ ദർശനത്തിന് ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തണമെങ്കിൽ ഇനി പഞ്ചായത്ത് കനിയണം. കിഴക്കാളൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. അപകടത്തെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഭാഗികമായി തകർന്നു. CPM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ കുന്നംകുളം ഏരിയാതല ഉദ്ഘാടനം പെരുമ്പിലാവിൽ നടന്നു. തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരിയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറളാച്ചിക്കുന്ന് ഈങ്ങപ്പള്ളി വളപ്പിൽ 62 വയസ്സുള്ള അച്യുതൻ എന്ന കുട്ടനെയാണ് കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോർക്കുളം കോലാടിപ്പാടത്ത് പശുവിനെ വിഴുങ്ങാൻ പെരുമ്പാമ്പിന്റെ ശ്രമം. എഴുത്തുപുരയ്ക്കൽ സ്മിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 മാസം പ്രായമുള്ള പശുവിനെയാണ് പാമ്പ് വരിഞ്ഞു മുറുക്കിയത്. പശുവിന്റെ പിൻവശത്തെ ഇരുകാലുകളിലെയും എല്ലുകൾ പല ഭാഗങ്ങളിലും ഒടിഞ്ഞു. കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും കടപ്പുറം പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബ്ലാക്ക് വാൾ തീർത്തു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന ശിബിരവും കാർഗിൽ വിജയ് ദിവസ് ആചരണവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എളവള്ളി പഞ്ചായത്തിലെ വാഗ കോക്കൂർ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പ്രകടനം നടത്തി. റോഡിലെ കുഴികളിൽ പ്രവർത്തകർ വാഴ നട്ടു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാജിയ മഠ സ്മാരക പുരസ്കാര സമർപ്പണവും പുതിയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും നടന്നു. KCYM മറ്റം ഇടവക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ കപ്പിയൂരിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പീച്ചിലി വീട്ടിൽ 59 വയസ്സുള്ള കറപ്പനെയാണ് ഞായറാഴ്ച രാത്രി 8:30 വീടിനു പരിസരത്തെ തെങ്ങിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. UPയിൽ കാണാതായ ഗുരുവായൂർ സ്വദേശിയായ സൈനികന്റെ വീട്ടിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തി. കുന്നംകുളം നഗരത്തിൽ സ്കൂട്ടറിൽ പാമ്പിനെ കണ്ട് പരിഭ്രാന്തരായി നാട്ടുകാർ. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അപ്പോളോ സ്റ്റുഡിയോയ്ക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന വളയംകുളം സ്വദേശി ജാസ്മിന്റെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത്. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് സെന്റ് ബെനഡിക്ട് കുടുംബ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പാരിഷ് ജൂബിലി ഹാളിൽ നടന്നു. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിശ്ശേരി അങ്ങാടി തോപ്പിൽ കിടങ്ങത്ത് ബിനോയ് മകൻ 20 വയസ്സുള്ള അനിക്കിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.